നമസ്കാരം. അടൂരിൽ വീണ്ടും മിന്നൽ റെയ്ഡ്. പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും ടൺ കണക്കിന് പഴകിയ ഭക്ഷണവും ചീഞ്ഞ മീനും പിടികൂടി. റെയ്ഡ് തടയാൻ ശ്രമം. പിന്നിൽ CPM ഏരിയ സെക്രട്ടറിയുടെ ബിനാമി ഹോട്ടലുകളെന്ന് ആക്ഷേപം. അടൂരിൽ നിന്നാണ് ഞെട്ടിക്കുന്ന സംഭവം വരുന്നത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻതോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങളും മീനും പിടിച്ചെടുത്തു. ബൈപ്പാസ് കേന്ദ്രീകരിച്ചും നഗരത്തിലെ പ്രമുഖ ഭക്ഷണശാലകളിലും ഇന്ന് രാവിലെയായിരുന്നു വ്യാപകമായ പരിശോധന നടന്നത്. രാജധാനി റെസ്റ്റോറന്റിൽ നിന്നും 50 കിലോ പഴകിയ മത്സ്യമടക്കം പിടികൂടി. ഇവിടെ മാലിന്യ സംസ്കരണം തൃപ്തികരമല്ല എന്നും കണ്ടെത്തി. എസൻ ഹോട്ടലിൽ നിന്നും പഴകിയ നാരങ്ങ കറി, മുട്ട, 2.5 കിലോ പേപ്പർ പ്ലേറ്റ് എന്നിവയാണ് എടുത്തത്. ഹോട്ടലിന് ലൈസൻസും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡും ഉണ്ടായിരുന്നില്ല. അമ്മച്ചിക്കടയ്ക്ക് ലൈസൻസും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡും ഇല്ലെന്നും സ്ക്വാഡ് അറിയിച്ചു. അടുക്കള വൃത്തിഹീനമായിരുന്നു. കാസറോളിൽ നിന്നും പഴകിയ മീൻ വറുത്തതും കിട്ടി. സ്ട്രീറ്റ് ഫുഡ് ആൻഡ് ഡിങ്ങിന്റെ തട്ടുകട, ഹോട്ടൽ ബെൽമൌത്ത്, സെൻട്രൽ പാർക്ക്, അൽറാസി എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തു. പറക്കോട് കുമരേഷ്യൻ ടീ ഷോപ്പിന്റെ പരിസരം വൃത്തിഹീനമായി കിടന്നതിന് നോട്ടീസ് കൊടുത്തു. പഴകിയ ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുത്തു. പറക്കോട് പാർക്ക് റെസിഡൻസിയിൽ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമല്ലെന്നും കണ്ടെത്തി. ഓലപ്പന്തൽ ഹോട്ടലിൽ നിന്നും പഴകിയ ആഹാരം പിടികൂടി. പരിശോധനയ്ക്കായി ഹോട്ടലുകളിൽ എത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ ചിലയിടങ്ങളിൽ തടയാൻ ശ്രമിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ പരിശോധനയുമായി ഉദ്യോഗസ്ഥർ ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകും വിധം പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിപണനം ചെയ്ത ഹോട്ടലുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. മിക്ക ഹോട്ടലുകളും CPM നേതാക്കളുടെ ബിനാമികളുടേതാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരം ഹോട്ടലുകളിൽ പരിശോധന നടത്തിയിരുന്നില്ല. മുൻ നഗരസഭാ ഭരണസമിതിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം ദിവ്യ റെജി മുഹമ്മദ് ചെയർപേഴ്സണും റോണി പാണന്തുണ്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരിക്കുമ്പോഴാണ് ഒടുവിൽ പരിശോധന നടന്നത്. അന്ന് പഴകിയ ഭക്ഷണം വ്യാപകമായി പിടികൂടുകയും ഹോട്ടലുകളുടെ പേര് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ വാഗ്വാദം ഉണ്ടായി. CPM നേതാക്കളുടെ ബിനാമികൾ നടത്തുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും റെയ്ഡ് നടത്തിയ ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ പഴകിയ ഭക്ഷണം വിൽക്കുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയായിരുന്ന KP ഉദയഭാനുവിന്റെ നിലപാട്. എന്തായാലും അതിനുശേഷം ഒരു ഹോട്ടലിലും റെയ്ഡ് നടന്നില്ല. ദിവ്യ റെജി മുഹമ്മദിനെ സ്ഥാനഭ്രഷ്ടിയാക്കാൻ CPM ഏരിയ സെക്രട്ടറി മനോജിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നു. റോണി പാണന്തുണ്ടലിനെയും ഒതുക്കി. ഇന്ന് റെയ്ഡ് നടന്ന ഡിങ്കന്റെ കട എന്ന ഹോട്ടൽ മനോജിന്റെ ബിനാമിയുടെ നടന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഹെൽത്ത് സ്ക്വാഡാണ് മിന്നൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കവിത, അമൽ, ഷഹന, മിനി, ആഷ്ന, ആരോഗ്യ വിഭാഗം ജീവനക്കാരായ യോഹന്നാൻ, അനീഷ് മാത്യൂസ്, മാത്തുക്കുട്ടി തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് നഗരസഭ അറിയിച്ചു.